ഇനി സംസാരിച്ചു തുടങ്ങേണ്ടത് അനുശ്രീയാണ്. അനുശ്രുതി സംസാരിച്ചു തുടങ്ങേണ്ടത് അനുശ്രീ. മുജീബ് ഒരു പാമ്പ്. സത്യമാണ് സാറേ ആ പറഞ്ഞത്. കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. ഈ പരിസരത്ത് കൂടെ കടന്നുപോയ നാളെ തൊട്ട് എന്നെ നോക്കി ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഒരാവശ്യമില്ലാതെ നേരത്തെ ഒരു വിഷയം ആവർത്തിച്ചു. സമുദായത്തിന്റെ നീറുന്ന നിരവധി പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി മനസ്സിൽ മരവിച്ച് അല്ലല്ല വിഷയം മാറിയിട്ടില്ല. പാമ്പ് വരുന്നേ ഉള്ളൂ. കാലമാകുന്ന പാമ്പിന്റെ വായിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ സുഖഭോഗങ്ങൾ തേടുന്നു. മുജീബ് മേൽപ്പറഞ്ഞ വസ്തുവിന് ഉദാഹരണം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടു തവണ പറഞ്ഞു. അല്ലല്ല മുജീബ് എന്നും പറഞ്ഞു, പിന്നെ തോന്നുന്നു എന്നും പറഞ്ഞു. കാലമാകുന്ന പാമ്പിന്റെ വായിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ സുഖഭോഗങ്ങൾ തേടുന്നു. മുജീബ് മേൽപ്പറഞ്ഞ വസ്തുവിന് ഉദാഹരണം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞില്ല. കാലമാകുന്ന ആ പാമ്പിന്റെ വായിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഈ വ്യക്തി എന്റെ സമീപത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ടു എന്നതാണ്. ഒരിക്കൽ ഞാൻ ആലോചിച്ചു പോയി എന്റെ വീട്ടു പരിസരത്ത് സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും വിവിധ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി മദ്യപിച്ച് മതോന്മത്തനായി ശീതീകരിച്ച മുറിയുടെ മുകളിലിരുന്ന് മദ്യപിച്ച് മതോന്മത്തരായവരെ കുറിച്ചാണ് ശൂരനാട്ടുകാർ പാമ്പ് എന്ന് സാധാരണ മതോന്മത്തരായി എന്നല്ല മതോന്മത്തരായി എന്നാണ് പറയുന്നത്. മദ്യപിച്ച് മതോന്മത്തരായി മദ്യപിച്ച് നല്ല അനുഭവം ഉണ്ട് സാറേ. പറഞ്ഞു പഠിപ്പിക്കൂ. മദ്യപിച്ച് മതോന്മത്തരായി. പാമ്പ് ഒരു ക്ഷുദ്രജീവിയാണ്. അതുപോലെ ഈ എപ്പിസോഡിന്റെ എപ്പിസോഡ് മലയാളം ഭാഗം എന്നാണ്. ഒരു പാമ്പ് എന്ന വിഷയത്തെ പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ട കൂട്ടുകാരാ, താങ്കളുടെ ശബ്ദം ഇവിടെയല്ല, മറിച്ച് ഒരു മദ്യവിൽപ്പനശാലയുടെ മുൻപിലാണ് കേൾക്കേണ്ടത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. മുജീബ് എന്ന പാമ്പ് എന്ന വിഷയത്തെ പറ്റി അങ്ങനെ ഒരു ക്ഷുദ്രജീവി ഈ സംഭവത്തിലും കടന്നു വന്നിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ജീവിക്ക് നമ്മുടെ ഉപഭോഗ സംസ്കാരം മനുഷ്യനിലേക്ക് വീണ്ടും അധപ്പതിക്കുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും പൈശാചികവും അതിലുപരി അനർഗള നിർഗളമായ കടന്നുകയറ്റം മനുഷ്യശക്തികളെ എന്നും നശിപ്പിന്റെ കാലഘട്ടത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സമൂഹം നാശത്തിന്റെ അങ്ങനെയല്ലേ അനർഗള നിർഗളമായ രണ്ട് വാക്ക് അനർഗളവും നിർഗളവും. ആ പാമ്പിനെ കുറിച്ച് ഓർമ്മയിൽ വരുമ്പോൾ അഴുകിയ ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ തലേന്ന് അശ്വതി മഹോത്സവത്തിന് ഒരു വാക്ക് അവിടെ കത്തിയായിരുന്നു കാണുന്നില്ലല്ലോ. മാഞ്ഞുപോയി. 1998 അല്ലല്ല അത് സാർ പറയുന്നത് 1998 മുജീബ് സാറിന് പെണ്ണ് കാണുവാനായിട്ട് ഞാനും അദ്ദേഹവും കൂടെ പോകുന്ന വഴിയിലാണ് ഒരു പാമ്പിനെ കണ്ടത്. പക്ഷേ ആ ജീവിയെക്കാളും അതിഭീകരനായിട്ടുള്ള ഒരു വസ്തുവായിരുന്നു പാമ്പ് എന്ന് പറയുന്ന മനോഹരമായ ജീവിയെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചതിൽ നിങ്ങളോട് ഞാൻ കൃതാർത്ഥനാണ്. നിങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചെന്ന് നിങ്ങളോട് നല്ല കാര്യങ്ങളോട് പറഞ്ഞത് നന്ദിയാണ് പറഞ്ഞത്. വീടിന്റെ പരിസരത്ത് ഇഴഞ്ഞു നടക്കുന്ന ഇഴജന്തുക്കളുടെ കൂട്ടത്തിൽ പെടുത്താൻ ഒരു സെക്കൻഡ്. ഒന്ന് എഴഞ്ഞു നടക്കുന്നു, ഒന്ന് എഴഞ്ഞു പാമ്പിന്റെ പേര്. ഇല്ല സാർ, ഈ കാള വാല് വന്നിക്കുമ്പോഴേ അറിയാം എന്തിനു വേണ്ടിയിട്ടാണ്. ഇത് അനാവശ്യമായ തടസ്സം. ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെ പറയും?
ഇവിടെ മുജീബ് എന്ന പാമ്പിന്റെ സാർ, വിഷയം ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒരു സെക്കൻഡ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, വയനാട്, ഇടുക്കി. അല്ല, പോയിട്ടില്ല. പറയുന്നേക്ക് നിർമ്മിക്കുന്ന കാര്യം പറഞ്ഞത്. വയനാട്, മലപ്പുറം, വയനാട് കണ്ടിന്യൂ. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന വഴികൾ ധാരാളം തരം പാമ്പുകളെ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും മുജീബ് സാറിനെ പോലെ ഒരു പാമ്പിനെ ഞാൻ ആദ്യമായിട്ട് അല്ല, പാമ്പ് വിഷയമാണ്. പാമ്പ് വിഷയം കൊടുക്കൂ ഒരെണ്ണം. അതെ, അദ്ദേഹത്തിനൊന്ന് കൊടുക്കൂ, പറയട്ടെ. അങ്ങനെ ഇത്രയും നല്ലൊരു തരം പാമ്പിനെ ഞാൻ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ പാമ്പുകളെയാണ് എനിക്ക് ഇത്തരുണത്തിൽ ഓർമ്മ വരുന്നത്. കാലഘട്ടം ഇന്ന് 20, 22, 23 വയസ്സുള്ള കുട്ടികളെ മുഴുവൻ മദ്യപാനത്തിന് അടിമകളാക്കുന്നു. ഒരു സമൂഹം ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ ഉള്ളിലേക്ക് അകപ്പെട്ടു പോയിരിക്കുന്നു. ആ കാലഘട്ടത്തെ അല്ല, മുജീബ് എന്ന പാമ്പാണ്. എന്റെ പേര് പറഞ്ഞില്ല, കേൾക്കാൻ വേണ്ടിട്ടാണ്. മദ്യം എന്ന മാരകമായ വിഷത്തെ പാമ്പിനോട് ഉപമിച്ചുകൊണ്ട് ഞാൻ ഒരു കവിത രചിച്ചിട്ടുണ്ടായിരുന്നു. പുല്ല്, പൂവുകൾ, പുഷ്പകാലം, കണിക്കൊന്ന പൂവളം. ആരുടെ കവിതയാണ്? PK ഗോപാലകൃഷ്ണന്റെ. അല്ല, ഇത് കടമനിട്ട് രാമകൃഷ്ണന്റെ കവിതയാണ്. ഈ കവിതയെ കുറിച്ച് ഒരു വാക്ക് പോലും എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് എറിഞ്ഞു നോക്കിയാ കൊണ്ടത് കറക്റ്റ്. അപ്പൊ ഞാൻ തുടങ്ങട്ടെ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, വയനാട്, കോഴിക്കോട്, കണ്ണൂര്. പറയാം. പുനലൂര്. അത് പറഞ്ഞു തരുവാ ഈ പാമ്പിനെ കുറിച്ച്. ഇത്രയും ജില്ലകളിൽ ഇത്രയും ജില്ലകളിൽ പോയിട്ട് ഇനി വ്യതിചലിച്ചാൽ നമ്മൾ ഇനി പ്രശ്നം ഉണ്ടായിക്കോ. ഇത്രയും ജില്ലകളിൽ പോയിട്ട് അല്ലേടേ പറഞ്ഞു. നീ ചുമ്മാ എല്ലാരും ഇങ്ങനെ നെക്കി എന്നെ പൊട്ടനാക്കോ സാറേ. ഞാൻ നാട്ടിൽ പോയി എന്തോ കാരണം അന്നാന്ന് സമ്മതിച്ച്. നിങ്ങൾ പറയട്ടെ, ഞാൻ പറയട്ടെ. ഇത്രയും ജില്ലകളിൽ പോയിട്ട് പോലും കാസർഗോഡ് കാസർഗോഡ് പറഞ്ഞിട്ടില്ല എനിക്ക്. കാസർഗോഡ് കണ്ടത്രയും വലിയ പാമ്പിനെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറയട്ടെ. ഹാലിളകി, കാലിടറി, ആലരികിൽ, ഹാലി എന്ന് പറയുന്ന അറബി പദം. ഹാലി എന്ന് പറഞ്ഞാൽ അവസ്ഥ. അറബി പഠിക്കുന്ന എഴുത്തച്ഛൻ ഉപയോഗിച്ച പദം ഹാലിളകുക അഥവാ കലി കയറുക. അവര് സൗദി അറേബ്യ മലയാളത്തിൽ ഉപയോഗിക്കാം. താങ്കൾക്ക് ഹാൽ ഇളകരുത്. ഒരു അറിവ് പറഞ്ഞു കൊടുത്തയാ. അങ്ങനെ താലോലം ആലോചിച്ച് നാലുകെട്ടിൽ പാലുമോന്തിയിരുന്ന മുജീബേട്ടന് പെൺകുട്ടി കൊണ്ടുകൊടുത്ത സമ്മാനം ഒരു പാമ്പിന്റെ ചിത്രമായിരുന്നു. അതെടുത്ത് ആലോചിച്ച് ജീവിതത്തിൽ ആലോചിച്ചിരുന്ന മുജീബേട്ടന് കൊണ്ടുകൊടുത്ത ആലോചിച്ചു 2 വട്ടം ആലോചിച്ചു എന്ന് പറയും. എന്റെ മുഖത്തേക്ക് നോക്കൂ. ഇനി കള്ളം പറയൂ. കണ്ണട വെച്ചുകൊണ്ട് അപ്പൊ മുജീബിന് തുടരാം. ഓക്കെ. പറഞ്ഞു വരുന്നത് എന്റെ ഭാര്യയെ കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പ്രിയപ്പെട്ടവൾ, അവളുടെ ഭാര്യയെ കുറിച്ച് 2 വാക്ക് പറയട്ടു. മുജീബേട്ടന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ മുജീബിന്റെ ഭാര്യയെ കുറിച്ച് പുള്ളിയാണോ പറയുന്നത്? തുടരാം. വെള്ളമടിച്ച് വഴിയിൽ കിടക്കുന്ന മുജീബിക്ക് തുടങ്ങട്ടെ സാറേ. 1990 മുജീബ് സാർ കല്യാണം കഴിച്ച സാറിന്റെ പ്രശ്നം ഇതൊന്നും തുടങ്ങിക്കോട്ടെ. മുജീബ് സാർ കല്യാണം കഴിച്ച നുസ്ര എന്ന് പറയുന്ന പെൺകുട്ടി. എങ്ങനെയാണ് ഈ പേര് കണ്ടെത്തിയതെന്ന് നിങ്ങൾക്ക് തോന്നിക്കാം. പക്ഷെ അദ്ദേഹം പലപ്പോഴും എന്റെ അടുത്ത് ആ നാമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ എന്നോട് ഞാൻ എത്ര ആ നാരി എന്നോട് പലപ്പോഴും പറയുമായിരുന്നു ഇദ്ദേഹം ഒരു പാമ്പാണ് എന്ന്. പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. സമുദായത്തിന്റെ എന്റെ പ്രിയ സുഹൃത്തുക്കളായ വയനാട്ടുകാരനും തിരുവനന്തപുരംകാരനും പറഞ്ഞു വെച്ചത് നെയ്യാറിലും പെപ്പാറയിലും കണ്ടുവരുന്ന അവിടെ കണ്ടുവരുന്ന ഈ ക്ഷുദ്രജീവിയെ കുറിച്ചാണ്.
ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. അധിനിവേശ സമരം കണ്ട പോരാട്ട വീതികളിലെല്ലാം പാമ്പ് എന്നും ഒരു വസ്തുവകയായിരുന്നു. അധിനിവേശത്തിന്റെ കഥ എന്തിനാ ഇവിടെ പറയുന്നത്? പാമ്പ് ഞാൻ പറയാം, പുള്ളിക്ക് ഇഷ്ടമുണ്ടായിട്ട് പുള്ളിക്ക് ഇഷ്ടമുണ്ടായിട്ട് അധിനിവേശത്തിന്റെ ഈ സാമ്രാജ്യം അത് പുള്ളിയുടെ ഇഷ്ടം, അത് പുള്ളിയുടെ ഇഷ്ടം. ജോൺസൺ 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 കലാലയ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പഠിച്ചും പ്രണയിച്ചും പോരടിച്ചും നടന്ന ആ അവസരങ്ങളിലെല്ലാം തന്നെ പാമ്പ് എന്ന് പറയുന്നത് താങ്കൾ തുടരൂ. എന്റെ ജോലി താങ്കൾ ചെയ്യണ്ട, ഞാൻ പറയും. ഓക്കെ, താങ്കൾക്ക് തുടരാം. ഒരുപക്ഷെ ഇദ്ദേഹം പിന്നെയും സമയം ഇവിടെ അവസാനിച്ചു.